അങ്ങനെ ഗുഡ് മോർണിംഗ്. ഇന്നാണ് പാറു വരുന്നത്. കണ്ട, ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇവിടെ ഇരിക്കുക. ഓൾമോസ്റ്റ് 7 ആവുന്നു. ഇനിയും ഞാൻ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 9:30 ആകുമ്പോഴത്തേക്കും, ശരിക്കും 9:30 വരുന്നത്, പക്ഷേ 9:45 ഒക്കെ ആവുന്നു ഫ്ലൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അവളായിട്ട് സംസാരിച്ചു, അതിൻ്റെ അകത്തും അങ്ങനെ 9:45 ഒക്കെ തന്നെ ആ ഫ്ലൈറ്റിനകത്തും കാണിക്കുന്നത് അറൈവൽ ടൈം. പിന്നെ വലിയ പാടൊന്നുമില്ല, ലഗേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്താൽ മതി. അങ്ങനെ ഇനിയും അല്ലാത്ത വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിവിടുന്ന് 3 hours ഉണ്ട്. ഞാൻ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പം അങ്ങോട്ട് പോവാം. സൂര്യനൊക്കെ വന്ന് നല്ല വെയിലടിച്ച് സെറ്റായിട്ടിരിക്കുക. പോണ്ടേ? അങ്ങനെ എസ്റ്റിമേഷൻ ഓൾമോസ്റ്റ് 10:18 കാണിക്കുന്നത്. അപ്പോൾ ഒരു 10:18 വലിയ കുഴപ്പമില്ലാത്ത ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഒരു 10:30 ആകുമ്പോൾ ഞാൻ എത്തുമായിരിക്കും. അങ്ങനെ കോഫി ബ്രേക്കായി. ഇവിടെ ഇപ്പം ഓൺ റൂട്ടിന് അവിടെ നിർത്തി. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കോഫിയും കുടിച്ച് എനിക്കാണെങ്കിൽ ഫ്യൂലും അടിക്കണം. ഫ്യൂലും തീർന്ന്. അപ്പോൾ ഇവിടുന്ന് ഫ്യൂലും അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോർണിംഗ് കോഫി വാങ്ങിച്ചു. ഇനിയിപ്പം ഫ്യൂൽ അടിക്കണം. പിന്നെ അവൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിനകത്ത് ലാൻഡ് ആവുമെന്ന് പറഞ്ഞു. എനിക്കും അധികം സമയം എടുക്കത്തില്ല. പിന്നെ ലാൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെയും ഉണ്ട്, ബാഗേജ് ക്ലെയിം ചെയ്യാനുണ്ട്, പിന്നെ ഇമിഗ്രേഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അങ്ങനെ അമ്മച്ചി തിരുമ്പി വന്നാച്ച്. അവള് ലാൻഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാർക്കിങ്ങിന്റെ അവിടോട്ട് വന്നിട്ട് ഞാനിപ്പോ ഇവിടെ കിടക്കുക. എയർപോർട്ടിൽ എനിക്ക് 10 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവള് ഇതുവരെ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പം വിളിക്കാൻ പറ്റിയിട്ടില്ല, സിമ്മും ഓൺ ആക്കിയിട്ടില്ല. അപ്പം ഇതുവരെ എനിക്ക് കോൾ ചെയ്തിട്ടില്ല. ആളെത്തി 9:45 ലാൻഡ് ആയിട്ടുണ്ട്. ഞാൻ നെറ്റ് ചെക്ക് ചെയ്തപ്പോൾ ലാൻഡ് ആയിട്ടുണ്ട്. അതിന് മുന്നേ വരെ, ലാൻഡ് ആവുന്നതിന് മുന്നേ വരെ എനിക്ക് മെസ്സേജ് അയച്ച്. എയർപോർട്ടിൽ കയറിയിട്ട് ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. അവൾ എത്തിയിട്ടുണ്ട്. എന്നെ വിളിച്ചു. ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്ത് ഒക്കെ വരുന്നില്ലേ? എന്ത് പറയുന്നേ? നാട്ടിൽ നിന്ന് വന്നിട്ട് എന്ത് പറയുന്നേ? ഒന്നും പറയാനില്ല. കഴിച്ച് കവള് വെച്ച് ഞാൻ മെലിഞ്ഞു പറഞ്ഞോള്. എനിക്ക് ഇത്ര തടിയില്ല തോന്നുന്നു. എനിക്ക് ഇതിനകത്ത് കാണുന്ന അത്ര വണ്ണം ഇല്ല. അപ്പൊ എനിക്ക് ഇതിനകത്ത് വണ്ണമില്ല. വിശേഷം പറ. അവിടെ തൊട്ടിട്ട് വിശേഷങ്ങളൊന്നും പറയാതിരിക്കുക. അവിടെ തൊട്ട് വിശേഷം, തിരുവനന്തപുരത്ത് നിന്നും കയറി ദുബായിലെത്തി. ദുബായിൽ ഉച്ചവരെ കിടന്നുറങ്ങി. ഉച്ചക്ക് ജിഷ്ണു വന്നു. ദുബായിലൊക്കെ ഒന്ന് കറങ്ങി. എന്റെ ഫ്രണ്ട് ശരത്തിന്റെ അടുത്ത്. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് ദുബായി പോയിട്ട് ഒരാള് ഷവർമ കഴിക്കാതെ പുട്ട് കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട്. ഞാൻ ശരത്തിന് അവര് ഓഫീസിൽ പോയിരിക്കുമായിരുന്നല്ലോ, വൈകുന്നേരമല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ജിഷ്ണുവിനോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അവൻ ഓഫീസിൽ നിന്ന് നേരത്തെ ലീവല്ല നേരത്തെ ഇറങ്ങിയിട്ടാ വരുന്നേ. എന്നാലും ഇനി എത്തിയപ്പോഴത്തെ വൈകുന്നേരമായി. പിന്നെ ഞാൻ ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു വരുമ്പോ എങ്ങാനും ലേറ്റ് ആയാലോ എന്നുള്ള പേടി കാരണം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങ് ദൂരോട്ടൊന്നും പോകണ്ട, ശരത്തിനെ കാണാൻ അവന്റെ വീട്ടിൽ പോകണമായിരുന്നു. ശരത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടില്ല ഞാൻ. കണ്ടോ? 14 വർഷങ്ങൾക്ക് ശേഷം കണ്ടു. പറഞ്ഞു ശരത്. സന്തോഷം. എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ? എന്താ? കണ്ടോ ഗൈസ്, എമിറേറ്റ്സിന്റെ ചോക്ലേറ്റ് അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ട് എനിക്ക് തന്ന് ദരിദ്രവാസി. അംശമാണ് എനിക്ക് കൊണ്ടു തന്നത്. അംശം. എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ദാണ്ട് ഇവിടെ സ്വന്തമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് നോക്കിക്കൊണ്ടിരിക്കും.
ബട്ടർ ചിക്കൻ ഒന്നും വേണ്ട, ബട്ടർ ചിക്കൻ ഒക്കെ വേറെ തന്നെ ഇതായിരിക്കും. ചീസൊക്കെ ഇട്. ഇതാണ്ട് ഇത് കണ്ടോ, ട്രിപ്പിൾ ചീസ് പുഡിംഗ്. ഇത് ബേക്കണാണ്. ആ 860 കാലറി ആയിരുന്നു. അപ്പൊ കാലറി നോക്കുന്ന ആള് വന്നു. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ട്രിപ്പിൾ ചീസ് വണ്ടിയിലിരുന്ന് കഴിക്കാൻ, എന്റെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ വിശേഷം പറ, അവിടുത്തെ ഓണത്തിന്റെ പരിപാടി. ഓണം പരിപാടി അല്ലല്ലോ, എല്ലാരും ഫുഡ് കഴിച്ചു, അത്രയുള്ള വലിയ പരിപാടികളൊന്നും ഇല്ല. എന്നെ മിസ് ചെയ്തോ? ഇല്ല. കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നു ഞാൻ. അപ്പൊ ആരായി നെഞ്ചത്തോട് വെച്ച് കത്തിക്കണി, നെഞ്ചത്തോട്ട് വെച്ച് കത്തിക്കണി. ഈ വണ്ടിക്കകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, റൂളായിരുന്നു. ആ റൂളിൽ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൊറേ നാള് കഴിഞ്ഞ് കണ്ടതിന്റെ സ്നേഹം അത് ഇന്നായതുകൊണ്ടാ. നാളെയെങ്ങാട് വരുന്നെങ്കിൽ എന്നെ ഇവിടെ വധിച്ചേനെ. റൂമൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് ഇങ്ങനെ വണ്ടി പോലെ ആക്കിട്ടാ നല്ല. ഇപ്പൊ വരുമ്പോ പറയും അയ്യോ ഇങ്ങനെ അങ്ങനെ എന്ന് പറയും. നീ ഒക്കെ കാണണമെങ്കിൽ ബഹ്റിനിൽ പോണം. ബഹ്റിൻ വൈബ്സ് ആണ് ഇപ്പൊ. എനിക്ക് മൊത്തം റീൽസ് അയക്കുന്നത് ബഹ്റിനിലെ റീൽസ് ആണ്. എടാ ഇത് കണ്ടോ ബഹ്റിനിൽ ഇങ്ങനെ സ്ഥലങ്ങളോട്ട് തോന്നുന്നു നിനക്ക്. തിരിച്ചു വന്നു, എവിടെയൊക്കെയോ കണ്ടു പരിചയമുള്ള പോലെ. അടുത്തെത്താറായപ്പോ ഇത് എത്താറായോ? ഇതൊരു മാപ്പ് ചെയ്യാൻ നോക്കിയില്ല. കഥ പറഞ്ഞ് സമയം പോയി. സത്യം പറഞ്ഞ അറിഞ്ഞില്ലെങ്കിൽ വന്നല്ലേ. 1.5 മണിക്കൂർ കാണിക്കുന്നത്, ഇപ്പൊ 2 മിനിറ്റ്. ഈ 1.5 മണിക്കൂർ അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരുന്നോ? ഞാനോ? രണ്ടുപേരും ഈ 3 മണിക്കൂർ ഇങ്ങനെ വളന്ന് വർത്താനം പറഞ്ഞ. ഒരു കുപ്പി വെള്ളം തീർന്നു. എന്നിട്ട് എനിക്കൊക്കെ ദാഹിച്ചിട്ട് വയ്യ സത്യം പറഞ്ഞു ചെയ്യാ. തൊണ്ടയില് വെള്ളം പറ്റിയിരിക്കുന്നു. സമയം പോയത് അറിയില്ല. നേരത്തെ നോക്കിയപ്പോ 1.5 മണിക്കൂർ, ഇപ്പൊ നോക്കിയതാ 1 മിനിറ്റ്. 2 മാസം കാണാതിരുന്നതേ ഉള്ളൂ. ഇത്രയും ന്യൂസ് ഇനിയും തീർന്നിട്ടില്ല. ഞങ്ങള് വീടായപ്പോ നിർത്തിയതാണ് സത്യം പറഞ്ഞു ചെയ്യാ. ഇനിയുണ്ട് പറയാൻ. ഇനി കുളിച്ചൊരുങ്ങിയിട്ട് വേണം എന്ന് ന്യൂസ് പറയാൻ. കസേരക്കിട്ടുണ്ടല്ലോ അവരവിടുന്ന് മാറ്റിയോ? ഇല്ല, അവരുണ്ട്. ഇതാ മെറ്റപ്പുണ്ട്. ഞങ്ങളിവിടെ ഒരു അപ്പുറത്തിരിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടി അവര് കസേരയൊക്കെ സംഭരണം അവര് അതാ ചോക്ലേറ്റ് കഴിച്ച് വിചാരിച്ചു അവര് ഓൾറെഡി തന്ന. ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവാണ്. അപ്പൊ ഗുഡ് ബൈ. പെട്ടി പൊട്ടിച്ചേ ചിപ്പിട്ട്. അയ്യേ